അമ്മാവൻ അങ്കമാലി പ്രധാനമന്ത്രിയാണോ? അല്ല, പൊരിച്ച കോഴിയുടെ മണം. അങ്ങനത്തെ ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടോ? ഭയങ്കര ക്യൂട്ടാണ്. അതായത് ആ എയർപോർട്ട് ഇഷ്യൂ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അപ്പൂപ്പയും എൻ്റെ അപ്പൂപ്പനെയും അമ്മൂമ്മേനെ എന്തൊക്കെയോ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഞാൻ എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മയും പറയണ കേട്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അവർ കറക്റ്റ് ആയിട്ട് എൻ്റെ വിഷ്വലും രേവതി ചേച്ചിയുടെ ആ സിനിമയിലെ ഡയലോഗും ഞാൻ എൻ്റെ അപ്പൂപ്പനെയും അമ്മൂമ്മനെയും അമ്മേനെയും അപ്പനെയും ഒക്കെ തല്ലി. ഇത്ര മാത്രമല്ലേ ഞാൻ ചെയ്തോളൂ. സോ ക്യൂട്ട്. നന്നായി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ചാനൽ തന്നെ ചെയ്തേ ആണല്ലേ? ഇങ്ങനത്തെ പണിയൊക്കെ നിങ്ങളല്ലേ ചെയ്തു. രഞ്ജിനിക്ക് ഫ്രീ ആയിട്ട് പബ്ലിസിറ്റി കൊടുക്കുന്നതും പോരാ. ശരി, അല്ല ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചോദിക്കണം. അപ്പൊ ജെബി സാറിന്റെ ഷോയിൽ വന്നപ്പോ ഇവിടെ തന്നെ ചോദിക്കാലോ. അത് എയർപോർട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇന്നലെ പുലർച്ചെയോടെയായിരുന്നു സംഭവം. അമേരിക്കയിൽ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിൽ എത്തിയ രഞ്ജിനിയും സുഹൃത്തുക്കളും കസ്റ്റംസ് പരിശോധനയ്ക്കിടെ ക്യൂ തെറ്റിച്ച് മുന്നിൽ കയറി നിന്നത് ചോദ്യം ചെയ്തപ്പോൾ രഞ്ജിനി മോശമായി പെരുമാറിയെന്നാണ് ബിനോയിയുടെ പരാതി. ഭാര്യയ്ക്കും 2 കുട്ടികൾക്കുമൊപ്പമായിരുന്നു ബിനോയ് കസ്റ്റംസ് പരിശോധനയ്ക്കായി ക്യൂവിൽ നിന്നത്. ക്യൂ തെറ്റിക്കുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ രഞ്ജിനി അസഭ്യം പറയുകയായിരുന്നു എന്നാണ് ബിനോയിയുടെ പരാതി. സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി ക്യൂവിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ പാസ് ചെയ്ത് അവരെ നേരെ ഫ്രണ്ടിൽ പോയി നിൽക്കുക ചെയ്തത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആർട്ടിസ്റ്റുകളും മറ്റു കാര്യങ്ങളുമാണ്, നിങ്ങൾക്ക് ഞങ്ങളെക്കാരും കൂടുതൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആൾക്കാരാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്റെ നേരെ യു ഷടപ്പ് എന്ന് ആക്രോശം എന്റെ അടുത്തോട്ട് വന്ന് എന്നെ ചെയ്ത് വിളിക്കുകയായിരുന്നു ചെയ്തത്. അതേസമയം താൻ ക്യൂ തെറ്റിച്ചിട്ടില്ലെന്നും ബിനോയ് തന്നോട് അസഭ്യം പറയുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്യുകയായിരുന്നുവെന്ന് രഞ്ജിനി പറയുന്നു. എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞു വരുന്നത് അങ്ങനത്തെ ഒരാള് അയാളുടെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെന്ന് എന്റെ ഓർമ്മ. ആ സമയത്ത് അയാൾ പറഞ്ഞു, നീ ലൈൻ കട്ട് ചെയ്യുന്നത് ഞങ്ങളൊന്നും കണ്ടില്ല എന്ന് വിചാരിക്കണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ലൈൻ കട്ട് ചെയ്തിട്ടില്ല, എന്റെ കൂടെ ഒന്നും കട്ട് ചെയ്തിട്ടുണ്ടാവും, ഞാൻ കട്ട് ചെയ്തിട്ടില്ല, ഞാൻ സ്ഥലം മാറിയിട്ടില്ല. പിന്നെ എന്റെ അപ്പനെയും എന്റെ അമ്മേനെയും എന്റെ കുടുംബത്തിനെയും എന്റെ ജോലിനെയും പിന്നെ മലയാള ഭാഷയിൽ എനിക്കറിയാത്ത കുറച്ച് തെറികളും എന്നെ പറഞ്ഞു. രഞ്ജിനിയുടെ പരാതിയെ തുടർന്ന് നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തു. വിമാനത്താവളത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ രഞ്ജിനിയുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായതായി ബോധ്യപ്പെട്ടുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ആക്ച്വലി ഇപ്പോഴും നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. 100% ഷുവറാണ് അത് നിങ്ങളുടെ റിപ്പോർട്ടർ മിസ് റിപ്പോർട്ട് ചെയ്തതാണ്. വിച്ച് ഇസ് ദ പ്രോബ്ലം. ബിക്കോസ് നിങ്ങളുടെ ചാനലിൽ നിന്നും എൻ്റെ അടുത്ത് വന്ന ഇന്റർവ്യൂ എടുത്തത് അവർ തന്നെയാണ്. ഇപ്പോഴും നിങ്ങൾ ഓൺലൈൻ എടുത്ത് നോക്കിക്കോളൂ, 2 റിപ്പോർട്ട്സും ഉണ്ട്. ഇഫ് യു കോൾ ദ പോലീസ് ഓഫീസർ ഇറ്റ്സ് സ്റ്റിൽ ദ സെയിം. ഞാൻ ക്യൂ ശരിക്കും കട്ട് ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഗുരുത്തംകെട്ട പോലീസുകാരൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഐ ഡോണ്ട് നോ. അത് അവരുടെ പ്രശ്നം, അതല്ലെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടറിന്റെ പ്രശ്നം. എനിക്കറിയില്ല. എവിടെ ഒരു പ്രശ്നമുണ്ട്, എവിടെ ഒരു പ്രശ്നമുണ്ട് ഉണ്ടെങ്കിലും ഐ ഡോണ്ട് റിയലി കെയർ. അതിനെക്കുറിച്ച് നോക്കേണ്ട കാര്യമില്ല. കാരണം ആൾക്കാർക്ക് എന്തും പറയാനുള്ളതെല്ലാം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആബ്സല്യൂട്ട്ലി. ആൻഡ് മോസ്റ്റ് ദ ഫണിയസ്റ്റ് തിങ് ഈസ് ഞാൻ അപ്പൊ എയർപോർട്ടിൽ തന്നെയാണ് ഞാൻ ഫയൽ ചെയ്തത്. എയർപോർട്ടിൽ സിയാലിൽ പോയിട്ട് ഞാൻ റിട്ടൺ കംപ്ലയിന്റ് കൊടുത്തു. എന്റെ കേസാണ് ആദ്യം എടുത്തത്. ഇപ്പൊ എന്തായി കേസ്? ഇപ്പൊ അതിങ്ങനെ നമ്മുടെ നാടല്ലേ, ഇങ്ങനെ കിടക്കും. അതിന് പിന്നെ രഞ്ജിനിക്കും വരയിടൊന്നുമല്ലോ എന്നെ കുറിച്ച്. നോ വാട്ട് ഈസ് ദ ബിഗ് ഡീൽ? എന്റെ കേസ് ഉണ്ട്, കൗണ്ടർ കേസാണ് എനിക്ക്. അപ്പൊ നാച്ചുറലി ഈ കേസിന് ഡിപെൻഡന്റ് ആണല്ലോ കൗണ്ടർ കേസ്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ പറഞ്ഞത് ഞാൻ ലൈൻ കട്ട് ചെയ്തിട്ടില്ല, മാത്രമല്ല എന്റെ കൂടെയുള്ള എല്ലാവർക്കും അറിയാം ഞാൻ കട്ട് ചെയ്തിട്ടില്ല എന്ന്. ഞാൻ മാറി നിന്നു, ശരിയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഞാൻ കേസ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ അസഭ്യത്തിനാണ്. ആൻഡ് എൻ്റെ അടുത്ത് അവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ആണ് പറഞ്ഞത്, മാഡം ഏറ്റവും തമാശ എന്താണെന്നറിയാമോ ജെബി, ഇത്രയും ആൾക്കാരുടെ പുറകിൽ ഈ ഉണ്ടായതുകൊണ്ട് മാത്രം എല്ലാവരുടെയും മുമ്പ് ഞാൻ പോയി പുറത്ത്. ഓ അത് ശരി. അതാണ് ഏറ്റവും കോമഡി. അദ്ദേഹത്തിന് ശരിക്കും നന്ദി പറയണം അല്ലേ? ഒന്ന് ആലോചിക്കുക, ഒരു 100 പേരുടെ കാരണം അറിയോ അവിടെ നിർത്തിയ ഇത് വലിയ കലാപമായിരിക്കും. ഇല്ല, ഓൾറെഡി കലാപമായി. ഫൈനലി ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ഒക്കെ ആ വ്യക്തിയുടെ മുമ്പിൽ കയറി നിൽക്കുന്നു, മാഡം പൊക്കോളൂ ഇവിടുന്ന്, എന്റെ ജീവൻ രക്ഷിക്കാൻ അവർ വന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതേ ശരിക്കും എന്റെ അടുത്ത് എല്ലാവരും ക്യൂല, എല്ലാവരുടെയും മുമ്പിൽ ഞാൻ എന്റെ ബാഗ് പിടിച്ചു, ഞാൻ പോയി. പക്ഷെ 2 മണിക്കൂറോട് നിൽക്കേണ്ടി വന്നു ഞാൻ കംപ്ലയിന്റ് ഫയൽ ചെയ്യാൻ. ആ പരിപാടി മുഴുവൻ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ വേണമെങ്കിൽ പ്രൈം ടൈമിൽ നല്ല റേറ്റിംഗ്. ആബ്സല്യൂട്ട്ലി. പക്ഷെ വേറൊരു ഗുണം കൂടി ഉണ്ടായി അത് കാരണം. ഇപ്പൊ അതുണ്ടോന്ന് അറിയില്ല. അത് കഴിഞ്ഞ ഉടനെ അടുത്ത 2 ആഴ്ചയിൽ ഒരു സ്കാനർ അല്ല 2 സ്കാനർ വന്നു നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ. അതിനുവേണ്ടി എനിക്കൊരു ഐഡിയകൾ കാരണം ഇനി എല്ലാ വിമാനത്താവളത്തിലും പോയിട്ട് ഇതുപോലൊരു സീൻ ഉണ്ടാക്കണം. എന്നാലും അവിടെ സ്കാനറുകൾ ഇല്ല, നമ്മുടെ കൊച്ചി നമുക്ക് ആദ്യം ഇല്ല. ലൈഫിൽ ഇതൊക്കെ നടക്കും. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഇത് ഇത്ര വലിയ ഇൻസിഡന്റ് ആയത് അവരുടെ സൈഡിൽ നിന്ന് ഓൺലൈൻ കയറി ആരൊക്കെയോ സോഷ്യൽ ഒരു സംഭവമാക്കി മാറ്റിയത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ബിഗ് ഡീൽ അറ്റ് ഓൾ.